Hello friends, എല്ലാവർക്കും Hitech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളിൽ പലരും പല വാഹനങ്ങളും ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓരോ വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിലകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ വാഹനത്തെ സ്വന്തമാക്കുന്നത്. അപ്പോൾ അത്തരം വാഹനങ്ങൾ നമ്മൾ കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാലുള്ള ദുഃഖവും വേദനയൊക്കെ എത്രത്തോളം എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിൽ നമുക്ക് നമ്മളെ വാഹനത്തെ എത്രത്തോളം സുരക്ഷിതമാക്കാം, എങ്ങനെ സേഫ്റ്റിയാക്കി സൂക്ഷിക്കാം, സംരക്ഷിക്കാം എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു അടിപൊളി ഗാഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ട്. GPS പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇന്ന് ആ ഒരു GPS പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ വാഹനത്തെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ വഴി ആ വാഹനത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. വൺ വേ ട്രാക്ക് എന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി GPS ട്രാക്കറാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്തുകൊണ്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇതുപോലത്തെ ഒരു വയറിംഗ് സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 4 പെയർ വയർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 വയർ സെറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ വയറിംഗ് സർക്യൂട്ട് സംരക്ഷണത്തിനായിട്ട് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേണിങ് കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കപ്ലറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് കപ്ലർ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് വരുന്ന ഒരു കേബിൾ സെറ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിനായിട്ട് ഇവർ കൂടെ വെച്ചിട്ടുള്ളത്. പിന്നീട് രണ്ടാമതായിട്ട് വരുന്ന മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിലേ ആണ്. ഈ ഒരു റിലേ വെച്ചാണ് നമ്മളെ വണ്ടിയുടെ ഓട്ടോ കട്ട് ഓഫ്, അതായത് എൻജിൻ ഓട്ടോ കട്ട് ഓഫ് എന്നുള്ള സംവിധാനം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഒരു റിലേയുടെ സഹായത്തോടെയാണ് നമ്മൾ ഫോൺ വഴി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ആക്കുന്നതും അതുപോലെ തന്നെ വണ്ടി പെർമനൻ്റ്ലി നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ഒരു റിലേ വഴിയാണ്. അപ്പോൾ ഈ ഒരു റിലേ എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്നതല്ല, സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിലേ എൻജിൻ കട്ട് ഓഫ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും റിലേ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ റിലേ ചോദിച്ച് ഉണ്ടെങ്കിൽ അത് മേടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതായത് കട്ട് ഓഫ് ആവശ്യമുള്ളവർ മാത്രം. എൻജിൻ കട്ട് ഓഫ് ആവശ്യമില്ല എന്ന് നോർമലി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം വെച്ചാലും മതി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷന്, വണ്ടിയുടെ ലൊക്കേഷന്, എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻജിൻ കട്ട് ഓഫിന് മാത്രമായിട്ടാണ് ഈ ഒരു റിലേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. വൺ വേ ട്രാക്കിൻ്റെ GPS പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിനകത്താണ് നമ്മൾ സിമ്മ് കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫ് കേസിംഗ് ആണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ 4 സ്ക്രൂ റിമൂവ് ചെയ്തിട്ടാണ് ഇതിനകത്ത് സിമ്മ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റബ്ബർ സീലിംഗ് പോലത്തെ സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ കമ്പനി അവകാശപ്പെടുന്നുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്ത് സിം അടക്കം ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അതായത് വിത്ത് സിം അടക്കം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് വെറും ഡിവൈസ് മാത്രം മതിയെങ്കിലും അങ്ങനെയും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് അവർ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനായിട്ട് 1 ഇയർ വാറൻറ്റിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് വൺ വേ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ വഴി എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാമെന്നുള്ള സംഭവം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്രൊഡക്റ്റ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. അപ്പോൾ വൺ വേ ട്രാക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. വൺ വേ ട്രാക്ക് സെർച്ച് ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻപുട്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കായിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും അവർ തന്നെ തരുന്നതാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്ത് തരും, അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം.
അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണുന്ന ഒരു സംഭവം കണ്ടോ, ടോട്ടൽ ഡിവൈസസ്, അതുപോലെ തന്നെ ഓൺലൈൻ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഈ ടോട്ടൽ ഡിവൈസിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ആക്റ്റീവ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ ആക്റ്റീവ എന്നുള്ള പേര് ഇവിടെ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ എന്ന് കാരണം ഇവിടെ ഒരു IMEI നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഡയറക്റ്റ് നമുക്ക് റീറൂട്ട് ചെയ്തിട്ട് നമ്മളെ വണ്ടി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടത്തോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തുള്ള ഒരു ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് വണ്ടി എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയുടെ സ്ഥലത്താണ് ഇത് റീറൂട്ട് ചെയ്ത് നമുക്ക് എത്തിച്ചേരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാർക്ക് കാണാം. ഈ ഒരു മാർക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ വണ്ടി നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വണ്ടി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിൻ്റെ എൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ആ വണ്ടിയുമായിട്ടുള്ള കോൺടാക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു ടാഗ് ഉണ്ടല്ലോ, ഈ ഒരു ടാബ് കുറച്ച് പൊക്കുക. നമുക്ക് ഡ്രാഗ് ചെയ്ത് പൊക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 4 ഓപ്ഷൻസാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ട്രാക്കിങ്, പ്ലേ ബാക്ക്, അലാം, മോർ, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് എന്നുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമ്മളും നമ്മുടെ വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ പ്ലേ ബാക്ക്, നമ്മളെ വണ്ടി എവിടേക്ക് പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് കാണാം യെസ്റ്റർഡേ, 1 വീക്ക്, 1 അവർ, 2 ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഡേ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വണ്ടി ഇന്ന് രാവിലെ മുതൽ എവിടേക്ക് പോയി, ഏതെല്ലാം ഭാഗങ്ങളിലൂടെ കറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് 3D രൂപത്തിൽ ആനിമേഷനായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാവുന്നേ ഉള്ളൂ. ഈ ഗ്രീൻ കളറിൽ പോകുന്നതാണ് എൻ്റെ വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലേ ബാക്കുകളും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് ഈ ഒരു ഡിവൈസിനകത്ത് നമ്മളെ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലാറമാണ്. അതായത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അതായത് SMS അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന ഓപ്ഷൻസാണ്. മൂവിങ് അലാറം, വൈബ്രേഷൻ അലാറം, അതുപോലെ തന്നെ കൊളീഷൻ അലാറം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലാറംസ് ഉണ്ട്. അതായത് വൈബ്രേഷൻ അലാറം എന്ന് മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ ഒരു ചലനം അനുഭവപ്പെട്ടു എന്നുള്ള രീതിയിൽ വരുന്ന സംഭവമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ് എവിടെ നിന്നാണ് വണ്ടി ഈ ഒരു സംഭവം ആയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, തലപ്പാറ ചെമ്മാട് റോഡ്, ചെമ്മാട് പറക്കടവ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് സ്ഥലം, ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എൻ്റെ വണ്ടിക്ക് ചലനം അനുഭവപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ മൂവിങ് അലാറം, അതുപോലെ തന്നെ കൊളീഷൻ അലാറം എന്നുള്ള അങ്ങനെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഇൻബിൽഡായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മോറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പോയിന്റുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം കമാൻഡ്സ്. ഈ കമാൻഡ്സ് വഴിയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓട്ടോ കട്ട് ഓഫ്, ഓട്ടോ എൻജിൻ കട്ട് ഓഫ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ കമാൻഡ് രൂപത്തിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോ കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഏറ്റവും അടിയിൽ കൺട്രോൾ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് 2ാമത്തും 3ാമത്തും ഈ ഒരു 2 ഓപ്ഷന് പെട്രോൾ ഓഫ്, പെട്രോൾ ഓൺ. ഇപ്പം നിങ്ങൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി മൊബൈൽ വഴി ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ചാവി വണ്ടിമേൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് അടിച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടി അവിടെ എൻജിൻ കട്ട് ഓഫ് ആയി നിൽക്കും. ഒരിക്കലും പിന്നെ എന്തൊക്കെ ചെയ്താലും സെൽഫ് അടിക്കുകയോ കിക്കർ അടിക്കുകയോ എന്തൊക്കെ ചെയ്താലും വണ്ടി ഒരിക്കലും പിന്നീട് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ആവാതിരിക്കാനുള്ള സംവിധാനമാണ് അത്. പിന്നെ ഈ പെട്രോൾ ഓൺ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് അതിൻ്റെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ ആ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് സെൻഡ് അടിച്ചാൽ മാത്രമേ വീണ്ടും ആ ഒരു വണ്ടി പഴയ സ്ഥിതിയിലോട്ട് എത്തത്തുള്ളൂ. വണ്ടി വീണ്ടും സ്റ്റാർട്ടായി കിട്ടുള്ളൂ.
പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓവർ സ്പീഡ് അലാറം. നമുക്ക് വേണമെങ്കിൽ ഓവർ സ്പീഡ് അലാറം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 80 കിലോമീറ്റർ, ഇപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ടായിട്ട് ഒരു 80 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഓവർ സ്പീഡ് വന്നാൽ എനിക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തുന്നതാണ്. അതുപോലെ തന്നെ ജിയോ ഫെൻസ് എന്നുള്ളൊരു സംഭവം ഇവർ ഇതിനകത്ത് ഇൻബിൽഡാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 25 മീറ്റർ സറൗണ്ട് ഡിസ്റ്റൻസിൽ മാത്രമേ നമ്മളെ വണ്ടി കിടന്ന് കറങ്ങിയാൽ മതി. അതിൻ്റെ അപ്പുറം പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു SMS സംവിധാനവും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫെൻസ് കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കാം. നമ്മൾ വിസ്തീർണം എത്ര കിലോമീറ്റർ ചുറ്റളവിൽ വണ്ടി പോയാൽ മതി എന്നുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സംഭവം യൂസ്ഫുള്ളാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഐക്കൺസ് കാര്യങ്ങളൊക്കെ സ്വിച്ച് ഐക്കൺ, അതുപോലെ തന്നെ ട്രക്ക്, ബസ്, മോട്ടോർ സൈക്കിൾ, അങ്ങനത്തെ ഒരുപാട് ഐക്കൺസും കാര്യങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ വണ്ടി പോയിട്ടുള്ള ടോട്ടൽ കിലോമീറ്ററുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേ ഡീറ്റെയിൽസ്, അതായത് വണ്ടി നിർത്തിയിട്ട് ഡീറ്റെയിൽസ്, വണ്ടി എപ്പോഴാണ് ചാവി ഊരിയത്, എപ്പോഴാണ് റണ്ണിങ് നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് മെയിലായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയധികം ഓപ്ഷൻസ് ഈ ഒരു ഡിവൈസിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. കാരണം കുറഞ്ഞ ചിലവിൽ, അതായത് നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിക്കുന്ന GPS-നേക്കാൾ എത്രയോ ബെറ്ററാണ് ഇത്തരത്തിലുള്ള കുറഞ്ഞ GPS-ൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് വരുന്നത്. ഇപ്പോൾ ഇത്തരം ഫ്യൂച്ചേഴ്സ് ഉള്ള മറ്റു GPS-കൾക്കൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡിവൈസിന് കുറഞ്ഞ എമൗണ്ട് മാത്രമേ കമ്പനി ഈടാക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് വരുന്നതും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഓരോ GPS-ൻ്റെയും കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇഗ്നീഷൻ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഗ്രീൻ കളറായിരിക്കും വണ്ടി കിടക്കുന്നുണ്ടാവുക. ഇഗ്നീഷൻ ഓൺ ആണെങ്കിൽ ഇപ്പോൾ വണ്ടി ഓഫാണ്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ ലൈറ്റ് ആയിട്ട് കത്തിയിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിൽ വണ്ടി ഇപ്പോൾ കണ്ടിന്യൂസ് പവർ ഓൺ എന്നുള്ള രീതിയിൽ നമുക്കവിടെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കണ്ടോ, ഇവിടെ എൻജിൻ ACC ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഓഫാണ്. ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് വണ്ടികളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടെക്നീഷ്യൻ്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ടെക്നീഷ്യൻ, വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിക്കൽ ടെക്നീഷ്യനെ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ബൈക്കുകളിലും കാറുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ വണ്ടിയിൽ അല്ലെങ്കിൽ ബൈക്കുകളിലൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ റിസ്കിൽ മാത്രം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറീസോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് 2 വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിത്ത് സിമ്മ്, അതുപോലെ തന്നെ വിത്തൗട്ട് സിമ്മ്. സിം ഇല്ലാതെയും സിമ്മും വിത്തും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് സിം ആകുമ്പോൾ ഒരു പ്രൈസും വിത്തൗട്ട് സിം ആകുമ്പോൾ മറ്റൊരു പ്രൈസുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സിം ഉണ്ട്, നിങ്ങൾക്ക് ഇതിലോട്ട് ചാർജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം അതുപോലെ തന്നെ റീചാർജുകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കട്ടൗട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻജിൻ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഷോപ്പുകൾ, അതേപോലെ വണ്ടികളുടെ ഇലക്ട്രിക്കൽ ഷോപ്പുകളുമായി ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.